മഴ തോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വണ്ടിയിൽ നിന്നും ധൃതിയിലിറങ്ങുന്ന ഗംഗാധരന്റെ മുഖത്ത് വല്ലാത്ത വെപ്രാളവും ഗൗരവവും നിഴച്ചു നിന്നിരുന്നു. ക്ഷീണം വകവെക്കാതെ ആ വരവ് കണ്ടപ്പോൾ തന്നെ ശിവശങ്കറിന്റെ ഉള്ളിൽ കൊളുത്തുവലിയുണ്ടായി. എന്തോ വലിയ പ്രശ്നം നടക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ. ഗംഗേട്ടാ, എന്താ ഈ സമയത്ത്? ശിവൻ പെട്ടെന്ന് അടുത്തേക്ക് ചെന്നു. നെറ്റിയിലെ വിയർപ്പൊന്ന് കർച്ചീഫ് കൊണ്ടൊക്കെ ഒപ്പിയെടുത്ത് ഗംഗാധരൻ ഒന്ന് ദീർഘമായി നിശ്വസിച്ചു. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് കോൺഫിഡൻഷ്യലായിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാ ശിവൻ. അതുകൊണ്ടാ ഇത്ര പെട്ടെന്ന് വണ്ടി പിടിച്ച് ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഗംഗാധരന്റെ ശബ്ദത്തിൽ വല്ലാത്ത ഗൗരവമുണ്ടായിരുന്നു. ഞാനൊന്ന് ചോദിച്ചില്ലല്ലോ ഗംഗേട്ടാ, ശിവൻ ചെറിയൊരു ചിരിയോടെ പറഞ്ഞു. ചോദിക്കണ്ട, ഞാൻ വന്നപ്പോൾ തൊട്ട് ഓരോരുത്തരുമാരുടെ ചോദ്യം മറുപടി പറഞ്ഞ് വളർത്തിയിരിക്കുക. എന്തിനാ വന്നത്, പെട്ടെന്ന് എന്താ വരാൻ കാരണം എന്താ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ. അതുകൊണ്ട് നിനക്ക് ആദ്യമേ അങ്ങ് ആൻസർ തന്നതേ ഉള്ളൂ. ഗംഗാധരൻ അല്പം നീരസത്തോടെ പറഞ്ഞു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മനു കയറി വന്നു. ഗംഗാധരൻ കണ്ടപ്പോൾ മനുവിൻ്റെ മുഖത്തൊരു ആശ്വാസം തോന്നി. ആ, വല്യച്ഛൻ വന്നോ? ചായ കുടിച്ചിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മനു അടുത്തേക്ക് വന്നു. ആ, ഞാൻ കുടിച്ചു. എങ്ങോട്ടൊക്കെ ധൃതി പിടിച്ച് ഗംഗാധരൻ ചോദിച്ചു. ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോവുക ഗംഗേട്ടാ. അകത്ത് അമ്മയും വൈജയന്തിയും ഉണ്ട്. ആ മുഖം കണ്ടുകൊണ്ട് നിൽക്കാനൊന്നും എനിക്ക് വയ്യ. മനു ഒരുതരം അസ്വസ്ഥയോടെ പറഞ്ഞു. ഓ, അതാണോ പ്രശ്നം? ഏതായാലും നീ പോയിട്ട് വാ, എനിക്ക് ശിവനോട് ചിലത് സംസാരിക്കാണ്ട്. വാ ശിവ, നമുക്കകത്തേക്ക് പോവാം. ഗംഗാധരൻ അവനെ തോളിൽ കൈയിട്ട് അകത്തേക്ക് കൊണ്ടു നടന്നു. മനു അവരെ നോക്കിക്കൊണ്ട് നെടുവീർപ്പിട്ട് വണ്ടി അടുത്ത് തന്നെ നിന്നു. വീടിൻ്റെ ഉള്ളിലെ ഒഴിഞ്ഞ മുറിയിലേക്ക് കയറി വാതിലങ്ങ് അടച്ചപ്പോഴാണ് ശിവന് ശ്വാസം നേരെങ്ങ് വീണത്. ഗംഗാധരൻ്റെ മുഖത്ത് ടെൻഷനും ശിവനിലേക്കും പടർന്നിരുന്നു. കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് തന്നെ ഗംഗാധരൻ ശിവനെ നോക്കി. ശിവ, ഞാൻ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ ഈ 350 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ഗംഗാധരൻ്റെ വാക്കുകൾ കേട്ട് ശിവേട്ടൻ ആകാംക്ഷയോടെ മുന്നോട്ട് വന്നു. എന്താണ് ഗംഗേട്ട പ്രശ്നം? മുഖത്ത് വല്ലാത്ത ടെൻഷൻ ഉണ്ടല്ലോ. ഉണ്ട്, ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്ന്. എന്നെ കാണാനായിട്ട് ബാലേന്ദ്രൻ ഇന്നലെ പുനർലൂരിലേക്ക് വന്നിരുന്നു. ഇത് കേട്ടപ്പോൾ ശിവന്റെ നെറ്റി ചുളിഞ്ഞു. ബാലേന്ദ്രനോ? അയാളെന്തിനാ അങ്ങോട്ടേക്ക് വന്നത്? അവിടെ വെച്ച് അയാൾ എൻ്റെ കയ്യിൽ നിന്നും സ്റ്റാൻലിയുടെ അഡ്രസ്സ് വാങ്ങിച്ചാൽ പോയത്. എങ്ങനെയെങ്കിലും സ്റ്റാൻലിയെ കണ്ടെത്തി അലീനെ സ്റ്റാൻലിയുടെ കൈകളിൽ ഏൽപ്പിക്കാനാ ബാലേന്ദ്രൻ്റെ ഉദ്ദേശം, ഗംഗാധരൻ പറഞ്ഞു. അന്നേരം ശിവേട്ടൻ്റെ മുഖത്ത് വല്ലാത്തൊരു ഭാവവ്യത്യാസമൊന്നും ഉണ്ടായില്ല. അതിനിപ്പോൾ എന്താ കുഴപ്പം? ശിവൻ ചോദിച്ചു. അലീനയുടെ ഇനിയുള്ള ജീവിതം അവളുടെ സ്വന്തം അച്ഛൻ്റെ കൈകളിലേക്ക് എത്തുന്നു. കുറച്ചുകൂടി സുരക്ഷിതമായ കൈകളിലേക്ക് അവൾ എത്തുന്നു. അതൊരു നല്ല കാര്യമില്ലേ ഗംഗേട്ടാ? ബാലേന്ദ്രൻ്റെ മനസ്സിൽ വേറെ ഉദ്ദേശമൊന്നും കാണില്ലല്ലോ. ഗംഗാധരൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റു. ആ മുഖം ദേഷ്യം കൊണ്ടും നിസ്സഹായത കൊണ്ടും ഒരുപോലെ തന്നെ മിന്നി മറിഞ്ഞു. ബാലേന്ദ്രൻ്റെ മനസ്സിൽ ചിലപ്പോൾ വേറെ ദുരുദ്ദേശങ്ങളൊന്നും കാണില്ലായിരിക്കും. പക്ഷേ സ്റ്റാൻലി, അയാളെ നമ്മൾ മറന്നുകൂടല്ലോ ശിവ. അയാളൊരു പട്ടാളക്കാരനാ. പട്ടാളക്കാരൻ്റെ ജീവിതത്തിൽ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നുകിൽ പൊറുതി ജയിക്കുക, അല്ലെങ്കിൽ കീഴടങ്ങുക. സ്റ്റാൻലി എനിക്ക് നന്നായിട്ടറിയാം. അവൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, തനിക്കൊരു മകളുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ വെറുതെ ഇരിക്കുമോ? ഗംഗാധരൻ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അതിനെക്കുറിച്ച് ചുറ്റിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവൻ ഇവിടെ വന്ന് കുത്തിപ്പൊക്കിയാലോ? വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ചോദ്യചിഹ്നമായി വൈജയന്തിയുടെ മുൻപിലേക്ക് സ്റ്റാൻലി എത്തിയാലോ? അതുമല്ലെങ്കിൽ വേറൊരു വലിയ പ്രശ്നമുണ്ട്. അവനും ഒരു കുടുംബമുള്ളതാ. അവിടെ ഇതറിഞ്ഞാൽ പൊട്ടിത്തെറി ഉണ്ടായാലോ? ശിവൻ ഇടക്ക് കൈകൊടുത്ത് അങ്ങനെ ചിന്തയിലാണ്ടു. അവിടെ ഉണ്ടാകുന്ന പൊട്ടിത്തെറികൾ നമ്മളെ ബാധിക്കില്ലല്ലോ ഗംഗേട്ട. പിന്നെന്തിനാ നമ്മൾ ഇത്രയധികം ടെൻഷൻ അടിക്കുന്നത്? ഗംഗാധരൻ വന്ന് ശിവന്റെ തൊട്ടുമുന്നിൽ നിന്നു. അതല്ലടാ പ്രശ്നം. ശരിക്കും ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ സ്റ്റാൻലി എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്കറിയില്ല. അയാളുടെ വീട്ടിൽ അയാളുടെ സ്വന്തം മകളായി ഒരു രാജകുമാരിയെ പോലെ വളർന്നു വരേണ്ട അലീന 23 വർഷക്കാലം ഒരു അനാഥാലയത്തിലാണ് കിടന്നത്. അങ്ങനെ ഒരു അനാഥത്വം അവൾക്ക് പേരിക്കൊടുത്തവർക്കെതിരെ അയാൾ പ്രതികരിച്ചാലോ? ഇവിടെ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കിയാലോ? ഇതിൻ്റെ പേരിൽ നമ്മളെ അവർ കോടതിയിൽ കയറ്റിയാലോ? അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ശിവൻ. നമ്മൾ ഇതെല്ലാം തന്നെ ഒരു വശവും ഇതിൻ്റെ എല്ലാ വശവും ചിന്തിക്കേണ്ടതല്ലേ? ഇതൊക്കെ കേട്ടപ്പോൾ ശിവന്റെ ഉള്ളൊന്ന് കാളി. അതുവരെ ചിന്തിക്കാത്ത കാര്യങ്ങളിലേക്ക് ഗംഗാധരൻ വിരൽ ചൂണ്ടിയത്. കോടതി കേസ്, പഴയ ബന്ധങ്ങളുടെ കുത്തിപ്പൊക്കൽ എല്ലാം കൂടെ ആലോചിച്ചപ്പോൾ ശിവന്റെ തൊണ്ട വരണ്ടു. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഗംഗേട്ട? ഇതിപ്പോൾ എല്ലാം കൂടി ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ടെൻഷൻ ആവുന്നുണ്ടല്ലോ, ശിവൻ പറഞ്ഞു. സ്റ്റാലിയെ കാണുന്നതിന് മുൻപ് ശരിക്കും ബാലേന്ദ്രനെ തടയാൻ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്, ഗംഗാധരൻ തീർത്തും പറഞ്ഞു. അങ്ങനെ തടഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ബാലേന്ദ്രൻ ഇപ്പോൾ ആരുടെ വാക്കും കേൾക്കാത്ത അവസ്ഥയിലാണല്ലോ. അങ്ങനെ ഒരു സംഭവം നടക്കണമെങ്കിൽ ഒരേ ഒരു ഓപ്ഷനെ ബാലേന്ദ്രൻ മുന്നോട്ട് വെക്കുന്നുള്ളൂ. ശിവൻ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു. അതായത് അലീനെ കടപ്പാട്ടൂര് തന്നെ നിൽക്കണം. അങ്ങനെ അവൾ അവിടെ നിൽക്കണമെങ്കിൽ വൈജയന്തി അവളുടെ അനാവശ്യ ഭാഷ ഉപേക്ഷിക്കണം. എന്നാ പിന്നെ നമുക്കൊന്ന് സംസാരിച്ചോല് ബാലേന്ദ്രനോട്, ഗംഗാധരൻ ചോദിച്ചു. എന്നാ ഗംഗേട്ടനൊന്ന് സംസാരിക്ക്. അയ്യോ, ഞാൻ അയാളോട് സംസാരിക്കാൻ പോകുന്നില്ല. അയാൾ ഒരിക്കലും എന്നോട് മര്യാദക്ക് സംസാരിച്ചിട്ടില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ കുത്തിക്കൊണ്ടുള്ള സംസാരങ്ങളാണ് എന്നോട് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഏതായാലും അയാളെ വിളിക്കുന്നില്ല. ഗംഗാധരൻ കൈമലർത്തി. ഞാൻ വിളിച്ചിട്ടും എന്താ ഗംഗേട്ട സംസാരിക്കുന്നത്? സ്റ്റാൻലിയുടെ വീട്ടിൽ പോകരുതെന്ന് അയാൾ ഇതൊന്നും അറിയരുത് എന്നൊക്കെ പറയാൻ
തന്നെ ഒരു നാണക്കേടാവില്ലേ? അതിലും ഭേദം ഇവിടെ നമുക്കങ്ങ് വൈജയന്തിയോടൊന്ന് സംസാരിച്ചു നോക്കാം. അവൾ സമ്മതിച്ചാൽ പിന്നെ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ. ശിവൻ ഒരു പോംവഴി മുന്നോട്ട് വെച്ചു. ഗംഗാധരൻ പുച്ഛത്തോടൊന്ന് ചിരിച്ചു. അവളോട് പറഞ്ഞ അവൾ കേൾക്കുമോ? അവളുടെ ആ അഹങ്കാരം കാണുമ്പോൾ എനിക്ക് അവളുടെ കർണ കുറ്റി നോക്കിയിട്ട് രണ്ടെണ്ണങ്ങ് പൊട്ടിക്കാനാ തോന്നുന്നത്. അങ്ങനെയൊക്കെ കൊടുത്തിട്ടൊന്നും കാര്യമില്ല ഗംഗേട്ട. ശിവൻ ഗംഗാധരനെ ശാന്തനാക്കാൻ ശ്രമിച്ചു. പിന്നെ എന്തുവാ? അവളുടെ കരണത്തിട്ട് രണ്ടെണ്ണങ്ങ് കൊടുത്തിട്ട് മര്യാദക്ക് നീ കടപ്പാട്ടിലേക്ക് പോയെന്നങ്ങ് ഭീഷണിപ്പെടുത്തിയാലോ? ഗംഗാധരൻ്റെ ദേഷ്യം അടങ്ങുന്നില്ലായിരുന്നു. അങ്ങനെ ഭീഷണിപ്പെടുത്തി അവൾ ചിലപ്പോൾ ദേഷ്യപ്പെട്ട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകും. പക്ഷേ വാടക വീടിന് അഡ്വാൻസ് കൊടുത്തിരിക്കുക അവൾ നേരെ അവിടെ പോയി താമസിക്കും. പിന്നെ നമ്മൾ അവളെ ഉപദ്രവിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവൾ വേണമെങ്കിൽ പോലീസിൽ കൊണ്ടുപോയി കേസ് കൊടുക്കും. അതിനപ്പുറം ഒന്നും ഉണ്ടാവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഗംഗേട്ടാ. ശിവൻ യഥാർത്ഥം മനസ്സിലാക്കി കൊടുത്തു. കുറച്ചു നേരം രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. ഈ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും പരിഹരിച്ചേ മതിയാവൂ. വൈജയന്തിയുടെ മനസ്സൊന്നും മാറിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇപ്പോൾ അവരുടെ മുന്നിൽ അത്രയേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഒന്ന് സംസാരിച്ചു നോക്കാം ഗംഗേട്ടാ. അവളോട് കാര്യങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടാവുമോ എന്ന് അറിയില്ലല്ലോ. ശിവൻ മുന്നോട്ട് നടന്നു. മനസ്സോടുകൂടി ഗംഗാധരനും പിന്നിലേക്ക് നടന്നു. അങ്ങനെ അവർ വൈജയന്തിയുടെ മുറിയിലേക്ക് ചെന്നു. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വൈജയന്തി, ഗംഗാധരൻ പരമാവധി ശാന്തതയോടെ പറഞ്ഞു. അതെനിക്ക് മനസ്സിലായത് ഗംഗേട്ട. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ എന്തോ സംസാരിക്കാനുള്ളത് ഞാൻ ഊഹിച്ചു. അതുകൊണ്ട് സംസാരിക്കാനുള്ളത് പറഞ്ഞോ? വൈജയന്തി ഒട്ടും വിട്ടുകൊടുക്കാതെ പറഞ്ഞു. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ നല്ല വശം നീ മനസ്സിലാക്കണം. നിന്റെയും കൂടി നല്ലതിനു വേണ്ടിയാ ഞാൻ ഈ പറയുന്നത്. ഗംഗാധരൻ പതുക്കെ കാര്യത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചു. വൈജയന്തിയുടെ ചുണ്ടിൽ ഒരു പരിഹാസ ചിരി വിരിഞ്ഞു. അയ്യോ, ഞാൻ ഈ വീട്ടിൽ ആകെപ്പാടെ തലക്ക് വെളിവില്ലാത്തത് എനിക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി നിങ്ങൾക്കെല്ലാവർക്കും നല്ല വെളിവാണല്ലോ. അതുകൊണ്ട് ഗംഗേട്ടൻ പറഞ്ഞോ, ഞാൻ കേട്ടോളാം. ആ വാക്ക് കേട്ട് ഗംഗാധരന്റെ നിയന്ത്രണം വിടാൻ തുടങ്ങി. എങ്കിലും ശിവൻ അടുത്തുണ്ടായതുകൊണ്ട് അയാൾ സ്വയം നിയന്ത്രിച്ചു. അങ്ങനെ നിനക്ക് വെളിവുണ്ടാകുന്നത് നീ തന്നെ സമ്മതിച്ച സ്ഥിതിക്ക് അത് നേരെയാക്കാനല്ലേ നീ ശ്രമിക്കേണ്ടത്? ഈ പ്രായത്തിൽ എൻ്റെ തല മാറ്റിവെക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അത് നടക്കുന്ന കാര്യമല്ല. എന്തായാലും ഗംഗേട്ടന് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ വേഗം പറ. വൈജയന്തി കയർത്തു. ഈ അലീനെ നിന്റെ വീട്ടിൽ നിന്നും ഇറക്കി വിടണമെന്ന് നിനക്ക് എന്താ ഇത്ര നിർബന്ധം? ഇപ്പോൾ നിന്റെ വീട്ടിൽ എന്താ പ്രശ്നമുള്ളത്? അവിടെ നിന്നാ നിനക്ക് എന്താ ഛേദം? ഗംഗാധരൻ ചോദിച്ചു. വൈജയന്തിയുടെ മുഖം ചുവന്നു. അവളുടെ കണ്ണുകളിൽ ദേഷ്യം ജ്വലിച്ചു. അത് കാണണമെങ്കിൽ നിങ്ങൾ കണ്ണ് തുറന്നു നോക്കണം. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അതിനൊരു പ്രേമമുണ്ട്. അച്ഛൻ, അമ്മ, മക്കൾ, അങ്ങനെ ഒരു പ്രേമമുണ്ട്. അവിടെ അങ്ങനെയൊന്നുമല്ലല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. അവിടെ അച്ഛനും മക്കളും വേലക്കാരിയുമല്ലേ ഉള്ളത്. അമ്മക്ക് പകരം ഒരു വേലക്കാരിയല്ലേ അവിടെ കയറ്റി വെച്ചിരിക്കുന്നത്. വൈജയന്തിയുടെ ശബ്ദം ഉയർന്നു. നിന്റെ മക്കൾ പോലും അവളെ അംഗീകരിച്ചു കഴിഞ്ഞല്ലോ വൈജയന്തി. അതെന്താ നീ മനസ്സിലാക്കാത്തത്? ഗംഗാധരൻ ചോദിച്ചു. മക്കളെ സോപ്പിട്ട് കണ്ണും കാണിച്ച് അവൾ ഇങ്ങനെ കൂടെ നിർത്തിയേക്കുക. അങ്ങനെ കണ്ണും കാണിച്ച് മയക്കാൻ കഴിവുള്ള സ്ത്രീയാ എല്ലാ കാലത്തും ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കാലത്തുമുണ്ട്, അത്രയേ ഉള്ളൂ. ഇപ്പം തന്നെ കണ്ടില്ലേ, ഒരു വേലക്കാരി ഇവിടെ നിന്നും എൻ്റെ മക്കളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വേറൊരു വേലക്കാരി നിൽക്കുന്ന വീട്ടിലേക്ക് പോയിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? വൈജയന്തിയുടെ വാക്കുകളിൽ അസൂയയും വെറുപ്പും നിറഞ്ഞു നിന്നു. ഈ വേലക്കാരി എന്നുള്ള നിന്റെ ഈ മനസ്സിലിരിപ്പ് ആദ്യം നീ ഒന്ന് എടുത്തു മാറ്റണം വൈജയ്. അപ്പോൾ നിനക്ക് പകുതി പ്രശ്നങ്ങളങ്ങ് ശരിയാവും. ശിവൻ ഇടപെട്ട് പറഞ്ഞു. എൻ്റെ മനസ്സിൽ അത് അങ്ങനെ തന്നെ കിടക്കും. അത് മാറ്റാൻ ഞാൻ ഒട്ടും ഉദ്ദേശിച്ചിട്ടില്ല. വൈജയന്തി തറപ്പിച്ചു പറഞ്ഞു. ഇനി നീ അങ്ങോട്ടേക്ക് അലീനയെ മാറ്റിയതിന് ശേഷം ചെന്നാൽ പോലും നിന്റെ കുടുംബം പഴയതുപോലെ ആവാനൊന്നും പോകുന്നില്ല വൈജയ്. ഗംഗാധരൻ മുന്നറിയിപ്പ് നൽകി. അലീന ആ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബം പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ചിതറിപ്പോകും. നീ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. അവിടെ കൃഷ്ണമോൾക്ക് മാത്രമാണ് പ്രായപൂർത്തിയാവാത്തത്. ബാക്കി രണ്ടുപേർക്കും പ്രായപൂർത്തിയാതാ. അവർക്ക് വേണ്ടി ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചേക്കുവാണ്. വൈജയന്തി യാതൊരുവിധ കുറ്റബോധവുമില്ലാതെ പറഞ്ഞു. നീ ഇങ്ങനെ ജീവിച്ചാൽ തീരുമാനിച്ചാലും ഒരു 3 മാസമേ നീ അവിടെ ജീവിക്കത്തുള്ളൂ. നീ അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രൻ നിന്നെ സ്നേഹിക്കത്തുമില്ല. അതെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കണം. ഗംഗാധരൻ അവസാനത്തെ അടവും പറ്റി. പക്ഷേ വൈജയന്തിയുടെ മറുപടി അവരെ രണ്ടുപേരെയും ഞെട്ടിച്ചു. അതിന് അയാൾ എന്നാ എന്നെ സ്നേഹിച്ചിട്ടുള്ളത്? ആ ചോദ്യത്തിൽ അവളുടെ ഇത്ര കാലത്തെ ജീവിതത്തിന്റെ നിരാശ മുഴുവനുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ ഗംഗാധരനും ശിവനും ശരിക്കും അങ്ങ് ദേഷ്യം വന്നു. സ്വന്തം ജീവിതം സ്വയം നശിപ്പിക്കുന്ന ഒരുവളോട് എന്തു പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് അവർക്ക് മനസ്സിലായി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഗംഗാധരൻ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. നീ ഈ കാണിക്കുന്നതൊക്കെ മൊത്തം നിന്റെ നാശത്തിനാ. അതുകൊണ്ട് തന്നെ നിന്റെ കുടുംബം നിന്റെ കൈപ്പിടിയിലൊന്നും നിൽക്കില്ല. നീ എല്ലാം നശിപ്പിക്കും. അങ്ങനെ തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അതങ്ങ് തെറിച്ചു പോട്ടെ. വൈജയന്തി ഉച്ചത്തിൽ പറഞ്ഞു. അവൾ ആ അലീനയും ഞാനും കൂടി ഒരു കുടുംബത്തിൽ ഇനി ജീവിക്കത്തില്ല. അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. ഇനി അവൾ പോകുന്നത് മൂലം എന്തൊക്കെ അവിടെ ഉണ്ടായാലും അതൊക്കെ അനുഭവിക്കാനും ഞാൻ തയ്യാറാ. എനിക്കവിടെ ഒരുപാട് കാലം ജീവിക്കണമെന്നൊന്നുമില്ല. അവളെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടണം. അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. വൈജയന്തിയുടെ ആ ഒരു നിർബന്ധം കണ്ടപ്പോൾ ഗംഗാധരന്റെ കൈകൾ അറിയാതങ്ങ് വിറച്ചു. അവളെ ഒരടി അങ്ങ് അടിക്കാൻ അയാളുടെ കൈകൾ തരിച്ചു നിൽക്കുമായിരുന്നു. ശിവൻ പെട്ടെന്നത് ശ്രദ്ധിച്ചു. വാഗങ്ങേട്ട, നമുക്ക് പോവാം. ഇവളോട് സംസാരിച്ചിരുന്നിട്ട് യാതൊരുവിധ കാര്യവുമില്ല. ഗംഗാധരന്റെ കൈയും പിടിച്ചു വലിച്ചുകൊണ്ട് അവിടെ നിന്നും വലിച്ചോണ്ട് പോകുമ്പോഴും വൈജയന്തിയുടെ മുഖത്തെ ആ ഒരു അഹങ്കാരം നിറഞ്ഞ ചിരി മാഞ്ഞിരുന്നില്ല. താൻ പിടിച്ച മുയലിന്റെ 3 കൊമ്പ് എന്ന മട്ടിൽ അവൾ അവിടെ തന്നെ നിന്നു.
ഇതേ സമയം ഹാളിൽ ക്യാരം ബോർഡിന് ചുറ്റും കൂടിയിരിക്കുകയായിരുന്നു രോഹിത്തും രേവതിക്കുട്ടിയും ബബിതയും കൃഷ്ണമോളൊക്കെ. കളി നല്ല ചൂട് പിടിപ്പിച്ചിട്ടുണ്ട്. രോഹിത്താണ് സ്ട്രൈക്കർ എടുത്ത് അടിക്കാൻ നിൽക്കുന്നത്. കക്ഷിക്ക് ക്യാരംസ് കളിക്കാൻ വലിയ വശമൊന്നുമില്ല. പക്ഷേ ഭയങ്കര ഉന്നം പിടിച്ച് മുഖമൊക്കെ ഇങ്ങനെ കോട്ടി ഒരു പ്രൊഫഷണൽ കളിക്കാരനെ പോലെ ഇങ്ങനെ നേരം അങ്ങനെ നോക്കിയിരിക്കും. എന്താ എന്താ ഏട്ടാ ഇത്? വല്ലപ്പോഴും ഒന്ന് അടിക്കാമോ? വെറുതെ സമയം കളയാനായിട്ട് ബബിത ദേഷ്യപ്പെട്ടു. നീ ഒന്ന് മിണ്ടാതിരിക്കുക ബബിതേ, ഞാൻ കൃത്യമായിട്ട് ഉന്നം പിടിക്കുക. ഇത് ഒറ്റയടിക്കങ്ങ് ആ ഒരു കുഴിയിലങ്ങ് വീഴും. രോഹിത് വീണ്ടും ഇങ്ങനെ സ്ട്രൈക്കിൽ വിരൽ വെച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ഇപ്പോൾ വീഴും. ഇന്നലെ തൊട്ട് ഉന്നം പിടിക്കാൻ തുടങ്ങിയതാ. ഇതുവരെ ഒരെണ്ണം പോലും വീഴ്ത്തിയിട്ടില്ലല്ലോ. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനെന്ന് കൃഷ്ണമോളും രോഹിത്തിനോട് വഴക്കിട്ടു. കുറേ നേരം ഉന്നം പിടിച്ച് രോഹിത് ഒടുവിൽ ഒറ്റയടി അങ്ങ് അടിച്ചു. സ്ട്രൈക്കർ തെറ്റിത്തെറിച്ച് ബോർഡിൻ്റെ മൂലയിൽ പോയി അങ്ങ് ഇടിച്ചു നിന്നു. ഒരു കോയിൽ പോലും അനങ്ങിയില്ല. ഹാവു, എന്തൊരടിയായിട്ടാ! ബോർഡ് പൊട്ടിപ്പോയല്ലോ. പൊട്ടിപ്പോവാത്തത് ഭാഗ്യം, രേവതിക്കുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവരും കൂടെ പൊട്ടിച്ചിരിച്ചു. രോഹിത് ചമ്മൽ മറക്കാൻ വേണ്ടി തല ചൊറിഞ്ഞു. അവരങ്ങനെ വഴക്കുണ്ടാക്കിയിട്ടും ചിരിച്ചും കളിച്ചൊക്കെ ഇങ്ങനെ അവരിരിക്കുന്ന സമയത്താണ് അടുക്കളയിൽ നിന്നും അലീനയും ഗ്രേസ്യാമ്മയും അങ്ങോട്ടേക്ക് വന്നത്. രണ്ടുപേരുടെയും കയ്യിൽ നിറയധികം ജ്യൂസ് ഗ്ലാസുകൾ വെച്ച ട്രേ ഉണ്ടായിരുന്നു. ആഹാ, കളി ഉഷാറാണല്ലോ. ഇന്ന് എല്ലാവരും കൂടി ജ്യൂസ് കുടിക്ക്. എന്നിട്ട് വേഗം പോയിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. അലീന ടീപോട്ടുമായിട്ട് അങ്ങോട്ടേക്ക് വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. എന്താ ചേച്ചി ഇത്ര നേരത്തെ കിടക്കാൻ പറയുന്നത്? ഞങ്ങൾ കുറച്ചും കൂടി കളിക്കട്ടെ എന്ന് കൃഷ്ണമോള് ചോദിച്ചു. ഇതൊന്നും പറ്റില്ല. ഇത് കുടിച്ചിട്ട് എല്ലാവരും പോയി കിടന്നേ. നമുക്ക് നാളെ പോവേണ്ടതല്ലേ? അലീനയുടെ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരുടെ ചിരിയും ബഹളും ഒറ്റയടിക്കങ്ങ് നിന്നു. എല്ലാവരുടെയും മുഖത്ത് പെട്ടെന്നൊരു മ്ലാനത പടർന്നു. ഈ ഗ്ലാസ് കയ്യിലെടുത്തുകൊണ്ട് തന്നെ രോഹിത് അലീനയെ നോക്കി. നാളെ തന്നെ പോകണോ ചേച്ചി? രോഹിത്തിൻ്റെ ശബ്ദത്തിൽ വല്ലാത്ത സങ്കടമുണ്ടായിരുന്നു. അതെന്താ രോഹിത്തെ അങ്ങനെ ഒരു ചോദ്യം? നാളെ പോകണം. നിങ്ങളവിടെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോയി വിട്ടിട്ട് വേണം എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അലീന സ്നേഹത്തോടെ പറഞ്ഞു. ബബിതയും കൃഷ്ണമോളും മുഖത്തോട് മുഖം നോക്കി. ഈ വീട്ടിൽ വന്നതിന് ശേഷം അവർക്ക് കിട്ടിയ സമാധാനവും സ്നേഹവും വലുതായിരുന്നു. നാളെ തിരിച്ചു പോയി കഴിഞ്ഞാൽ വീണ്ടും ആ പഴയ പ്രശ്നങ്ങളിലേക്കും ടെൻഷനിലേക്കും പോകണമല്ലോ എന്ന ചിന്ത അവരെ വല്ലാതെ അലട്ടി. ചേച്ചിക്ക് നിർബന്ധമാണെങ്കിൽ നമുക്ക് പോവാമെന്ന് രോഹിത് സങ്കടത്തോടെ പറഞ്ഞ് തല കുനിച്ചു. ഇവരുടെ ഈ ഒരു സങ്കടം കണ്ടുകൊണ്ടാണ് അവിടെ നിൽക്കുമായിരുന്ന മാമച്ചായൻ. ആ കുട്ടികളുടെ മുഖത്ത് വിഷമം കണ്ടപ്പോൾ തന്നെ മാമച്ചായൻ്റെ മനസ്സറിഞ്ഞു. അതെ, നിങ്ങൾക്ക് നാളെ പോവാൻ ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ പോവണ്ട. നിങ്ങൾ ഇവിടെ നിന്നോ. ഇവിടുത്തെ ഈ ഒരു പേയിങ് ഗസ്റ്റായിട്ട് നിങ്ങൾ ഇവിടെ അങ്ങ് കൂടിക്കോ. ഞങ്ങൾക്കത് വലിയ സന്തോഷമേ ഉള്ളൂ, മാമച്ചായൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഗ്രേസ്യാമ്മയും അത് ശരിവെക്കുന്നത് പോലെ തലയാട്ടി. പക്ഷേ അലീനെ സമ്മതിച്ചില്ല. അതൊന്നും ശരിയാവില്ല മാമച്ചായ. ഇവരിവിടെ വന്നു നിൽക്കുന്നതൊന്നും ശരിയായില്ല. ഇവരെ എനിക്ക് സുരക്ഷിതമായി വീട്ടിലേക്ക് കൊണ്ടുപോയി എത്തിക്കണം. അതെൻ്റെ കടമയാണ്. അലീനയുടെ വാക്ക് കേട്ടപ്പോൾ ആർക്കും പിന്നെ മറുപടിയൊന്നും പറയാൻ കഴിഞ്ഞില്ല. എല്ലാവരും ആകെ വിഷമത്തിലായി. ആ ജ്യൂസ് ഗ്ലാസും കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ഒരു ഇറുക്ക് പോലും കുടിക്കാതെ അവരങ്ങനെ തന്നെ നിന്നു. പെട്ടെന്ന് തന്നെ കുടിച്ചിട്ട് പോയി കിടന്നേ പിള്ളേരെ, അലീന വീണ്ടും ഓർമ്മിപ്പിച്ചു. അപ്പോഴാണ് രേവതിക്കുട്ടി പെട്ടെന്നൊരു കാര്യം പറഞ്ഞത്. നാളെ നമ്മൾ പോവല്ലേ അലീന ചേച്ചി? അപ്പോൾ പിന്നെ ചിന്നുമോളുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കേണ്ടേ? അലീനയുടെ നെറ്റി ചുളിഞ്ഞു. എന്ത് തീരുമാനമാടി? അല്ല, ഞാൻ പറഞ്ഞിരുന്നല്ലോ ചിന്നുമോള് സ്പോൺസർ ചെയ്യിപ്പിക്കുന്ന കാര്യം. അങ്ങനെ ആൻറ്റിയും മങ്ങളും കൂടി അവിടെ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ഓർഫനേജിലെ സിസ്റ്ററിനോട് അവളെ കൊണ്ടുപോകണ്ട എന്ന് നമുക്ക് പറയാലോ. അത് നമുക്ക് നാളെ തന്നെ അവിടെ അനാഥാലയത്തിൽ വിളിച്ച് പറയുകയും ചെയ്യാം. അല്ലെങ്കിൽ അവൾ വീണ്ടും ഓർഫനേജിലേക്ക് തന്നെ പോവില്ലേ? രേവതിക്കുട്ടി വളരെ പ്രതീക്ഷയോടെ ചോദിച്ചു. ചിന്നുമോളെ ഓർഫനേജിലേക്ക് തിരിച്ചുവിടുന്നതിൽ രേവതിക്കുട്ടിക്ക് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. മാമച്ചായൻ മുന്നോട്ട് വന്നു. അതൊരു നല്ല കാര്യമാ മോളെ. ഞങ്ങൾക്ക് ഇതിലും വലിയൊരു സന്തോഷം കിട്ടാനില്ല. നമുക്ക് എന്തായാലും അത് വേഗം തന്നെ ആലോചിക്കാം. അലീന രേവതിക്കുട്ടിയുടെ തോളിൽ ഇങ്ങനെ കൈവച്ചു. നീ വിഷമിക്കേണ്ട രേവതി, നമുക്ക് എല്ലാവർക്കും കൂടി ആലോചിച്ച് അതിനൊരു നല്ല തീരുമാനം തന്നെ എടുക്കാം. ചിന്നുമോളെ നമ്മൾ ഒറ്റക്കാക്കില്ല. രേവതിക്കുട്ടിയുടെ മുഖത്ത് ചെറിയൊരു ആശ്വാസം തോന്നി. അവരെല്ലാവരെയും കൂടി ഒന്നിച്ച് സംസാരിച്ച് ചിന്നുമോളെ ഇവർക്ക് തന്നെ സ്പോൺസർ ചെയ്യാനുള്ള ആ ഒരു കാര്യം കൊടുക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുമായിരുന്നു. ജ്യൂസ് എല്ലാം കുടിച്ചു കഴിഞ്ഞ് എല്ലാവരും കിടക്കാൻ പോയി. ഇതേ സമയത്തിൻ്റെ മുറ്റത്തെ ഇരുട്ടത്തേക്ക് നോക്കി നിൽക്കുമായിരുന്നു അലീന. അവളുടെ അടുത്തേക്ക് മാമച്ചായൻ വന്നു. പ്രശ്നങ്ങളൊന്നുമില്ലാതെ ടെൻഷനൊന്നുമില്ലാതെ കുറച്ച് ദിവസം അവളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി മാമച്ചായ. അതിൻ്റെ ഒരു സമാധാനം അവളുടെ മുഖത്ത് ശരിക്കും കാണാനുണ്ട്, അലീന ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. അത് ശരിക്കും കാണാനുണ്ട് മോളെ. ആ കുട്ടികളുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സ് നിറയുക, മാമച്ചായൻ സ്നേഹത്തോടെ പറഞ്ഞു. എങ്കിലും നാളെ അവർ പോകുമെന്ന ചിന്ത മാമച്ചായനും ഗ്രേസ്യാമ്മയും വല്ലാതെ വേദനിപ്പിച്ചു, സങ്കടപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഈ വലിയ വീട് പഴയതുപോലെ തന്നെ നിശബ്ദമാകുമല്ലോ എന്നോർത്ത് അവരും വിഷമിച്ചു. അങ്ങനെ ആകെ വിഷമത്തിൽ ഓരോന്ന് ആലോചിച്ച് അലീന അവിടെ തന്നെ നിന്നു. നാളത്തെ ദിവസം എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരിക എന്നും അന്ന് അവൾക്കറിയില്ലായിരുന്നു. പിറ്റേ ദിവസം ആ ഒരു വീടാകെ ഒരു യാത്രയപ്പിൻ്റെ മൂഡിലായിരുന്നു. എല്ലാവരും റെഡിയായി ബാഗുകളൊക്കെ എടുത്തു വെച്ചു. മുറ്റത്തേക്ക് വണ്ടി കിടക്കുന്നുണ്ട്. രോഹിത് തൻ്റെ വണ്ടിയുടെ ആ ഒരു കീ തപ്പാൻ തുടങ്ങി.
പാൻസിന്റെ പോക്കറ്റിലും മേശപ്പുറത്തും എല്ലാം നോക്കിയിട്ടും കീ കാണുന്നില്ല. അപ്പോഴാണ് രേവതിക്കുട്ടി ഒരു കള്ളച്ചിരിയോടെ മാറി നിൽക്കുന്നത് രോഹിത് കണ്ടത്. അവളുടെ കൈ പിന്നിലേക്ക് വെച്ചിട്ടുണ്ട്. എൻ്റെ വണ്ടിയുടെ കീ നീ കണ്ടോടി രേവതി? രോഹിത് അടുത്തേക്ക് വന്ന് ചോദിച്ചു. രേവതിക്കുട്ടി ചിരിച്ചോണ്ടുകൾ തന്നെ കീ എടുത്ത് കാണിച്ചു. നീ മനഃപൂർവ്വം എടുത്തു വെച്ചതാണല്ലേ? ഞാൻ ഇത് അന്വേഷിച്ച് എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി മാറ്റി വെച്ചതാണല്ലേ? രോഹിത് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. രേവതിക്കുട്ടി നാണത്തോടെ നിന്ന് തലയാട്ടി. അതെ, ചേട്ടൻ വന്ന് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ മാറ്റിവെച്ചത്. രോഹിത് ഒരു പുഞ്ചിരിയോടുകൂടി അവളെ നോക്കി പറഞ്ഞു. ആദ്യം ഈ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ചേട്ടനോട് ഇത്തിരി ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രേവതിക്കുട്ടി പതുക്കെ പറഞ്ഞു തുടങ്ങി. വലിയ ജാടയാണ് എന്നൊക്കെ തോന്നലൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് കരുതി. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ചേട്ടൻ നല്ല സ്മാർട്ടായിട്ടുള്ള ആളായിരിക്കും. ശരിക്കും എൻ്റെ അലീന ചേച്ചിക്ക് ചേരുന്ന നല്ലൊരു ആങ്ങളയായി മാറി ചേട്ടൻ. ആ വാക്കുകൾ കേട്ടപ്പോൾ രോഹിത്തിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം തോന്നി. അവൻ്റെ കണ്ണുകളിൽ രേവതിക്കുട്ടിയോടുള്ള ഒരു പ്രത്യേക ഇഷ്ടം തിളങ്ങി നിന്നിരുന്നു. അവൾ അങ്ങനെ കുറച്ചുനേരം സംസാരിച്ചു നിന്നു. യാത്ര പറയാനായി എല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങി. ഗ്രേസ്യാമ്മയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിരുന്നു. കുട്ടികളുടെ അടുത്തേക്ക് വന്ന് ഗ്രേസ്യാമ്മ ഓരോരുത്തരുടെയും തലയിൽ ഇങ്ങനെ തലോടി. ഇത്രയും മക്കൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടായിട്ടും ഇത്രയും കാലം ഒരു സന്തോഷമില്ലാതെയാ ഞങ്ങൾ ഈ വീട്ടിൽ ജീവിച്ചത്. നിങ്ങൾ വന്നപ്പോൾ ഈ വീടൊന്ന് ഉണർന്നതുപോലെ. പെട്ടെന്ന് നിങ്ങൾ പോകുമ്പോൾ ഗ്രേസ്യാമ്മക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇത് കേട്ടപ്പോൾ കൃഷ്ണമോൾക്കും ബബിതക്കും സങ്കടം സഹിക്കാനായില്ല. അവർ ഗ്രേസ്യാമ്മയെ വന്ന് കെട്ടിപ്പിടിച്ചു. ഇനി ഞങ്ങൾ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുമ്പോൾ അവിടെ ഞങ്ങളുടെ അലീന ചേച്ചി ഉണ്ടാവോ? ഗ്രേസ്യാമ്മ അലീനയെ നോക്കി ചോദിച്ചു. ആ ചോദ്യം കേട്ടപ്പോൾ എല്ലാവരുടെയും ഉള്ളിലൊരു കൊളുത്തുവലി ഉണ്ടായി. അലീന മറുപടി ഒന്നും പറയാതെ വെറുതെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ആർക്കും ഒന്നും ഉറപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അത്. എല്ലാവരും വണ്ടിയിൽ കയറി. രോഹിത് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി മുന്നോട്ടെടുക്കുമ്പോഴും രോഹിത് ഇടയ്ക്കിടയ്ക്ക് മീറ്ററിലൂടെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അവിടെ അലീനയോട് സംസാരിച്ച് നിൽക്കുന്ന രേവതിക്കുട്ടിയാണ് രോഹിത് നോക്കി നിൽക്കുന്നത്. അങ്ങനെ അവൻ വണ്ടി ഓടിച്ചു. അവരുടെ മനസ്സിൽ പുതിയൊരു ബന്ധം തളിർക്കുന്നത് പോലെ തോന്നി. രോഹിത്തിന് ചെറിയൊരു ഇഷ്ടം രേവതിക്കുട്ടിയോട് തോന്നിപ്പോവാണ്. ഇതേ സമയത്തിനെ കാണിക്കുന്നത് ബാലേന്ദ്രനായിരിക്കും. വണ്ടി ഗേറ്റ് കടന്നു പോകുമ്പോൾ അകലെ കുനലൂരിനെ ആ ഒരു വീടിന്റെ പടിക്കൽ ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. കാറിൽ നിന്നും പുറത്തിറങ്ങിയത് ബാലേന്ദ്രനായിരുന്നു. സ്റ്റാൻലിയുടെ വീടിന്റെ ഗേറ്റിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അയാൾ ദീർഘമായി ഒന്ന് ശ്വാസമെടുത്ത് നിന്നു. തന്റെ മകളുടെ യഥാർത്ഥ അച്ഛനെ തേടിയിട്ടുള്ള ആ ഒരു യാത്ര പുതിയൊരു കൊടുങ്കാറ്റിന്റെ തുടക്കം മാത്രമായിരുന്നു. വരാനിരിക്കുന്ന വലിയ പൊട്ടിത്തെറികൾക്ക് മുന്നോടിയായി പ്രകൃതി പോലും അവിടെ നിശബ്ദമായി നിന്നു. ഒരു വലിയ യുദ്ധത്തിനുള്ള കളമൊരുക്കുകയായിരുന്നു അവിടെ. അങ്ങനെ ബാലചന്ദ്രൻ ഏതായാലും സ്റ്റാൻലിയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇനി വരാൻ പോകുന്ന ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, സപ്പോർട്ട് ചെയ്തോളൂ. അതുപോലെ ഒരു ലൈക്കും ഹൈപ്പൊക്കെ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.